ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു അനൂസ് എഡ്യു ഹബ്. ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിൽ ഹിന്ദിയിൽ യൂണിറ്റ് 5 നസാറെ എന്ന ചാപ്റ്ററാണ്. നസാറെ എന്നാൽ കാഴ്ചകൾ. ജീവൻ കാ വാസ്തവിക് സുഖ് ദൂസറോं को सुख देने में है, उनका सुख छीने में नहीं. പ്രേംചന്ദ്, അതായത് പ്രേംചന്ദ് എന്ന ആൾ എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം, സുഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുഖം എന്ന് പറയും, പിന്നെ സന്തോഷം. ജീവിതത്തിൻ്റെ യഥാർത്ഥ സന്തോഷം മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതിനാണ്, അവരുടെ സന്തോഷം തട്ടിയെടുക്കുന്നതിനല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് പേജ്. പ്രേം കെ സിവ ഓർ കുച്ച് നെഹി എന്ന് പറഞ്ഞാൽ സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല. ഇത് എഴുതിയിരിക്കുന്നത് ജസീന്ത കെർക്കെട്ട. ഇതൊരു ഡയറി കുറിപ്പ് മോഡലാണ് എഴുതിയിരിക്കുന്നത്. റാഞ്ചി, ഝാർഖണ്ഡ്. അതായത് ഝാർഖണ്ഡിലെ റാഞ്ചി എന്ന സ്ഥലത്തു നിന്നാണ് എഴുതുന്നത്. 27 ജൂൺ 2022 സോമവാർ, തിങ്കളാഴ്ച. റിംസ് ഝാർഖണ്ഡ് കാ സബ്സെ ബഡാ സർക്കാരി അസ്പതാൽ ഹെ. റിംസ് എന്ന് പറയുന്നത് ഝാർഖണ്ഡിലെ ഏറ്റവും വലിയ സർക്കാർ ആശുപത്രിയാണ്. ഇസ് അസ്പതാൽ മേ ഏക് റിപ്പോർട്ട് ലേനെ കി കത്താർ പേ ഖടി थी. ഈ ആശുപത്രിയിൽ ഒരു റിപ്പോർട്ട് വാങ്ങാനായി ക്യൂവിൽ നിൽക്കുകയായിരുന്നു. മേരെ ആകെ ഏക് വ്യക്തി ഖടാ था. എൻ്റെ ഫ്രണ്ടിൽ ഒരാൾ നിൽക്കുകയായിരുന്നു. ഉസേ ഭി കോയി റിപ്പോർട്ട് ലേനി थी. അദ്ദേഹത്തിനും എന്തോ റിപ്പോർട്ട് വാങ്ങേണ്ടതുണ്ടായിരുന്നു. पैसे जमा करते वक्त उसके पास 20 रुपये कम पड़ रहे थे. പണം അടയ്ക്കുന്ന സമയത്ത് അയാളുടെ കയ്യിൽ ഒരു 20 രൂപയുടെ കുറവുണ്ടായിരുന്നു. വ പരേഷാൻ ഇധർ ഉധർ താക് രഹാ था. അദ്ദേഹം വളരെയധികം പരിഭ്രാന്തനായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്നു. താക് രഹാ था മീൻസ് ഇധർ ഉധർ താക് രഹാ था എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നു. वह परेशान इधर उधर ताक रहा था. बार बार जेब में हाथ डालता था. വീണ്ടും വീണ്ടും പോക്കറ്റിൽ കൈയിട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ടേയിരുന്നു. പീച്ചെ വാലെ ലോഗ് ജൽദി കരോ ചില്ല രഹേ थे. പുറകിലുള്ളവർ വേഗമാവട്ടെ എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്തുകൊണ്ടിരുന്നു. വഹ് ഇധർ ഉധർ ഫോൺ ലഗാനെ ലഗാ. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്തുകൊണ്ടേയിരുന്നു. 20 रुपये नहीं मिल रहा. 20 രൂപ കിട്ടുന്നതേ ഇല്ല. ലൈൻ മേ ഖടാ ഹോ. അദ്ദേഹം ലൈനിൽ തന്നെ നിൽക്കുന്നുണ്ട്. ലേക്കർ ജൽദി ആയിയേ. വോ കിസി സേ ഫോൺ പർ കഹ് രഹാ था. വേഗം കൊണ്ടുവരൂ എന്ന് അദ്ദേഹം ആരോടോ ഫോണിൽ പറയുകയായിരുന്നു. തഭി മേനെ 20 रुपये നിക്കാൽ കർ ഉസ്കി ഓർ ബഡാ ദിയ. അപ്പോൾ ഞാൻ ഒരു 20 രൂപ എടുത്ത് അയാൾക്ക് നേരെ നീട്ടി. ഉസ്നെ റാഹത്ത് കി സാസ് ലി. അപ്പോഴാണ് അദ്ദേഹം ഒരു നെടുവീർപ്പിട്ടത്, ആശ്വാസത്തോടെ ഒരു നെടുവീർപ്പിട്ടത്. मैंने देखा आदमी छोटी सी मदद के लिए आसपास खड़े इंसानों की तरफ नहीं देख सकता. ഇവിടെ ലേഖിക പറയുകയാണ്, ഞാൻ കണ്ടു ചെറിയൊരു സഹായത്തിനായി ചുറ്റും നിൽക്കുന്ന മനുഷ്യരുടെ നേർക്ക് നോക്കാൻ പോലും ആ മനുഷ്യന് കഴിയുന്നില്ല. അസഹായ് മെഹസൂസ് കർത്താ ഹെ. അയാൾ നിസ്സഹായനായി അനുഭവപ്പെടുന്നു. നെക്സ്റ്റ് പേജ്. काम पूरा होने पर वह कतार से अलग हो गया और 20 रुपये के लिए फ़ोन पर किसी को बुलाता रहा. ജോലി പൂർത്തിയായപ്പോൾ അയാൾ കത്താർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂവിൽ നിന്ന് മാറി. 20 രൂപയ്ക്കായി അയാൾ വീണ്ടും ഫോണിൽ ആരെയോ വിളിച്ചുകൊണ്ടിരുന്നു. മേ റിപ്പോർട്ട് ലേക്കർ ജാനെ ലഗി തോ വഹ് പാസ് ആയ. ഞാൻ റിപ്പോർട്ടുമായി പോകാൻ തുടങ്ങിയപ്പോൾ അയാൾ എൻ്റെ അടുത്ത് വന്നു. ജറാ റുക്കിയേ. ധന്യവാദ്. ആപ്കെ 20 रुपये पैसे लौटाते हुए उसने कहा. എന്നിട്ട് അദ്ദേഹം ഇവിടെ അടുത്തോട്ട് വന്നിട്ട് പറയുകയാണ്, ഒന്ന് നിൽക്കൂ, നന്ദി, നിങ്ങളുടെ 20 രൂപ തിരികെ നൽകിക്കൊണ്ട് അയാൾ പറഞ്ഞു. അരേ വാപ്പസ് കർണ ജരൂരി നെഹി ഹെ, 20 ही तो रुपये है. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ തിരികെ നൽകേണ്ട ആവശ്യമില്ല, വെറും 20 രൂപയല്ലേ ഉള്ളൂ. മേനെ കഹ. ഞാൻ പറഞ്ഞു. നെഹി വ 20 ही रुपये नहीं थे कहकर वह चला गया. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇല്ല, അത് വെറും ഒരു 20 രൂപയായിരുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നടന്നുപോയി.
दूसरे दिन बहुत सुबह फिर कोई रिपोर्ट लेने दूसरी तरफ मेरी छोटी बहन को जाना पड़ा. അടുത്ത ദിവസം, അതായത് നെക്സ്റ്റ് ഡേ, ആദ്യ രാവിലെ തന്നെ വീണ്ടും റിപ്പോർട്ട് വാങ്ങാൻ മറുഭാഗത്തുള്ള എൻ്റെ അനുജത്തിക്ക് പോകേണ്ടി വന്നു. മേരി ബഹൻ ने നന്നി ബച്ചി को गोद में ले रखा था. എൻ്റെ അനുജത്തി ഒരു ചെറിയ കുട്ടിയെ മടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ട് लेने के बाद उसे ഫോട്ടോ കോപ്പി करवानी थी. റിപ്പോർട്ട് വാങ്ങിയ ശേഷം അവൾക്ക് ഫോട്ടോ കോപ്പി എടുക്കണമായിരുന്നു. വ പൈസ ढूंढने लगी. അവൾ പൈസ അന്വേഷിക്കാൻ തുടങ്ങി. ജേബ് മേ പൈസ नहीं थे. പോക്കറ്റിൽ പണമില്ലായിരുന്നു. ऊपर अस्पताल के चौथे तल्ले में ही छूट गए थे. മുകളിലത്തെ ആശുപത്രിയുടെ 4ാം നിലയിൽ വെച്ച് മറന്നുപോയിരുന്നു. उसने दुकानदार से कहा कि वह कुछ देर में पैसे लाकर दे देगी. അവൾ ആ കടക്കാരനോട് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പണം കൊണ്ടുതരാമെന്ന്. ഉസേ ഫോട്ടോ കോപ്പി ചാഹിയെ. അവൾക്ക് ഫോട്ടോ കോപ്പി ആവശ്യമായിരുന്നു. ജരൂരി ഹെ, അത്യാവശ്യമായിരുന്നു. പർ ദുക്കാൻദാർ ആനാക്കാനി കർത്താ ദിഖാ. അവൾക്ക് അത്യാവശ്യമായിട്ട് വേണമായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ കടക്കാരൻ മടി കാണിച്ചു. ആനാക്കാരി എന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള എക്സ്പ്രഷൻ, പറ്റില്ല എന്നൊക്കെ കാണിച്ചു. തഭി പാസ് ഖടെ ഏക് ലഡ്കെ നെ ഉസ്കി ഫോട്ടോ കോപ്പിക്ക് ഭീ പൈസെ ജമാ കർ ദിയേ. അപ്പോൾ അവളുടെ അടുത്ത് നിന്ന് ഒരു പയ്യൻ ലഡ്കേനെ എന്ത് ചെയ്തു? അവളുടെ ഫോട്ടോ കോപ്പിക്കുള്ള പണവും അടച്ചു. ബഹൻ ഉസെ പലട്കർ കുച്ച് കഹത്തി ലേക്കിൻ വ ഭീഡ് മേം ഗായബ് ഹോ ചുകാ താ. അനുജത്തി തിരിഞ്ഞ് എന്തെങ്കിലും പറയാൻ ശ്രമിച്ചെങ്കിലും അയാൾ തിരക്കിൽ മറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ പൈസ കൊടുത്ത പയ്യൻ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ധൃതിയിൽ അങ്ങ് പോയി കളഞ്ഞു. അടുത്ത പാരഗ്രാഫ്. मैं शाम अस्पताल के बाहर चाय पीने निकली. ഞാൻ വൈകുന്നേരം ഹോസ്പിറ്റലിൻ്റെ വെളിയിൽ ചായ കുടിക്കാനായിട്ട് പോയി. ആഖെ ദുഃഖ് രഹി ഥി. കണ്ണുകൾ വേദനിക്കുന്നുണ്ടായിരുന്നു, അതായത് ക്ഷീണം കൊണ്ട്. ചായ് വാലേക്കോ കഹാ ചോട്ടെ കപ്പ് മേ ചായ ദീജിയേഗ. എന്നിട്ട് ചായക്കടക്കാരനോട് പറഞ്ഞു, ചെറിയ കപ്പിൽ ചായ തരുമോന്ന്. ഉസ്നെ ബഡേ കപ്പ് മേ ചായ ദേ ദി. അദ്ദേഹം എന്താ ചെയ്തത്? ചായക്കാരൻ എന്താണ് ചെയ്തത്? വലിയ കപ്പിൽ, വലിയ ഗ്ലാസ്സിൽ ചായ കൊടുത്തു. ഭയ്യ ചോട്ടാ കപ്പ് ഫിർസെ മേനെ കഹ. എന്നിട്ട് അവൾ പറഞ്ഞു, ചേട്ടാ ചെറിയ കപ്പ് മതി. വീണ്ടും ഞാൻ പറഞ്ഞു. അപ്പോൾ ചായക്കാരൻ പറയാണ്, പീജിയെ നാ ആപ്പ് കർ വഹ് കിസി സെ ബാത് കർനെ മേ വ്യസ്ത ഹോ ഗയാ. അപ്പോൾ ചായക്കാരൻ പറഞ്ഞു, നിങ്ങൾ കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വേറെ ആരടുത്തോ അദ്ദേഹം സംസാരിക്കുന്ന തിരക്കിലായി. ഫിർ വഹ് മേരി തറഫ് പലട്കർ ബോല. എന്നിട്ട് അയാൾ എൻ്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, കോയി അസ്പതാൽ മീൻ അഡ്മിറ്റ് ഹേ ക്യാ. ആരെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണോ? മേനെ സോച്ചാ കി മേരെ പീछे കോയി ഹോഗ. ഞാൻ വിചാരിച്ചു എൻ്റെ പുറകിൽ ആരോ ഉണ്ടെന്ന്. ഷായത് ഉസി സെ പൂച്ച് രഹാ ഹോ. ചിലപ്പോൾ അവരോടായിരിക്കും സംസാരിക്കുന്നത്. ഉസ്നെ ഫിർ കഹാ. അയാൾ പിന്നെ എന്നെ ചോദിച്ചു, ആപ്സെ പൂച്ച് രഹാ ഹോ. നിങ്ങളോടാണ് ചോദിക്കുന്നത്. മേ ആപ്കോ. നെക്സ്റ്റ് പേജ്. ഹമേശ പഠ്താ ഹോ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ എപ്പോഴും വായിക്കാറുണ്ട്. ബഹുത് അച്ഛാ ലഗ്താ ഹേ. വളരെ ഇഷ്ടമാണ്. അതായത് ഈ എഴുത്തുകാരിയുടെ ലേഖനങ്ങളെല്ലാം ഈ ചായക്കാരൻ വായിക്കുന്നുണ്ടെന്നും അത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണെന്നുമാണ് അയാൾ പറഞ്ഞത്. മേനെ ഉസേ ശുക്രിയ കഹ. ഞാൻ അയാളോട് നന്ദി പറഞ്ഞു. ഫിർ ചായക്ക് പൈസ ദേനെ ലഗി. എന്നിട്ട് ചായയുടെ പൈസ കൊടുത്തു. വഹ് ഹാത്ത് ബാന്ത്കർ ഉസി തര ഖടാ രഹ. അയാൾ കൈകൾ രണ്ടും കെട്ടിവെച്ച് അങ്ങനെ തന്നെ നിന്നു. ബഹുത് ജിദ് കർനെ കെ ബാദ് ഭി ഉസ്കെ ബാന്ധേ ഹാത്ത് ഖുലെ നഹി. ഒരുപാട് നിർബന്ധിച്ചിട്ടും കെട്ടിയ കൈകൾ അങ്ങനെ തന്നെ കൈ കെട്ടി തന്നെ നിന്നു. കൈകൾ അഴിഞ്ഞില്ല. മേനെ ചായ് കെ ലിയെ ഉസെ ശുക്രിയ കഹ ഓർ അസ്പതാൽ കെ ഭീതർ ചലി ഗയി. ഞാൻ ചായയ്ക്ക് നന്ദി പറഞ്ഞു ആശുപത്രിക്കകത്തേക്ക് പോയി. ദേഖ अस्पताल के भीतर और बाहर अपनी अपनी अलग दुनिया है. നോക്കിയപ്പോൾ ആശുപത്രിക്ക് പുറത്തും അകത്തും അവരവരുടെ വ്യത്യസ്ത ലോകങ്ങളുണ്ട്.
अभाव, बीमारी, गरीबी, दुख के बीच भी साधारण लोगों ने अपने जीवन में थोड़ा थोड़ा प्रेम, थोड़ी थोड़ी ആത്മീയത और മനുഷ്യത ബച്ചാക്കർ രഖി ഹെ. അതായത് ദാരിദ്ര്യം, അഭാവം എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ, ദാരിദ്ര്യം, രോഗം, പട്ടിണി, ദുഃഖം എന്നിവയ്ക്കിടയിലും സാധാരണ മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൽ അല്പസ്വല്പം സ്നേഹം, അല്പം ആത്മാർത്ഥതയും പിന്നെ മനുഷ്യത്വവും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. उन्हें देखते हुए सोचती हूँ कि धरती में प्रेम सबसे ताकतवर മൂല്യ ഹെ. അവരെ നോക്കുമ്പോൾ ചിന്തിക്കുന്നു, ഭൂമിയിൽ സ്നേഹമാണ് ഏറ്റവും ശക്തമായ മൂല്യമെന്ന്. യഹി ഇൻസാൻ കെ ഭീതർ സമർപ്പൺ ലാ സക്താ ഹെ. ഇത് തന്നെയാണ് മനുഷ്യൻ്റെ ഉള്ളിൽ സമർപ്പണം കൊണ്ടുവരാൻ കഴിയുന്നത്. और यही अतिरिक्त पाने के लालच उसके लिए एक दूसरे पर हमले, एक दूसरे पर अविश्वास और हिंसा सबको ഖത്മ കർ സക്താ ഹെ. ഇത് തന്നെയാണ് അധികമായി ലഭിക്കാനുള്ള അത്യാഗ്രഹം. അതിനുവേണ്ടി പരസ്പരം ആക്രമിക്കുന്നത്, പരസ്പരം വിശ്വസിക്കാത്തത്, അതായത് അവിശ്വാസം ഉള്ളത്, അക്രമം എന്നിവയെല്ലാം ഇല്ലാതാക്കാൻ കഴിയുന്നത്. इस धरती को प्रेम के सिवा और कुछ नहीं बचा सकता. ഈ ഭൂമിയെ സ്നേഹമല്ലാതെ മറ്റൊന്നിനും രക്ഷിക്കാൻ കഴിയില്ല. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ ക്ലാസ്സസ്. താങ്ക് യു.